നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു മഹാത്മ്യ കഥയാണ് പറയുന്നത്. കുമാരനല്ലൂർ പ്രദേശത്തായിരുന്നു ഉറിയൻ മഠത്തിൻ്റെ ഇല്ലം. സാമാന്യ സമ്പത്തുണ്ടായിരുന്ന ഒരു തറവാടായിരുന്നു അത്. ഇല്ലത്തെ കാരണവരായ ദാമോദരൻ നമ്പൂതിരിക്ക് വാദസംബന്ധമായ ഉപദ്രവങ്ങൾ ബാധിച്ചു. നാട്ടുചികിത്സ കൊണ്ടൊന്നും അസുഖത്തിന് കുറവ് കണ്ടില്ല. രോഗം ക്രമേണ വർദ്ധിച്ചു വന്നു. മഠത്തിനു എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ ഇരു കാലുകളും തളർന്ന് വിവശമായി. കൈവിരലുകളും മരവിച്ചു കയറി. കഠിനമായ ഹൃദയവ്യതയോടുകൂടി അദ്ദേഹം കിടന്ന കിടപ്പിൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു തുടങ്ങി. പണത്തിൻ്റെ കാര്യത്തിൽ അല്പം പിശുക്കനായിരുന്നു അദ്ദേഹം. എങ്കിലും നിത്യേന ഓരോ പിടി വെള്ളി ഉറുപ്പിക വഴിപാടായി ഗുരുവായൂരപ്പന് ഉഴിഞ്ഞുവെച്ചിരുന്നു. സഹസ്രം തികയുമ്പോൾ ആ കിടി ഗുരുവായൂർ സോപാനത്തിൽ സമർപ്പിക്കാമെന്നായിരുന്നു പ്രാർത്ഥന. ഒരു വർഷത്തിനുള്ളിൽ കിഴിയിൽ സംഖ്യ തികഞ്ഞു. 2 അമാലന്മാരുടെ സഹായത്താൽ ഉറി പോലെ ഒരു ഞാത്ത് കെട്ടിയുണ്ടാക്കി അദ്ദേഹം അതിലിരുന്ന് ഗുരുവായൂർക്ക് പുറപ്പെട്ടു. സഹായത്തിന് കൂടെ ഒരു കുട്ടിപ്പട്ടരും. ഗുരുവായൂരിലെത്തി അവിടെ ബന്ധുവായ ഒരു കീഴ്ശാന്തിയുടെ മഠത്തിൽ താമസിച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിന് സ്വപ്നദർശനമുണ്ടായി. പെൺകൊട കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ബ്രാഹ്മണൻ അങ്ങേ സമീപിക്കും. എനിക്കൊഴിഞ്ഞു വെച്ച സഹസ്രം കിഴി അദ്ദേഹത്തിന് കൊടുത്തേക്കൂ, എനിക്ക് തൃപ്തിയാണ്. പക്ഷേ മഠത്തിനു തൻ്റെ സ്വപ്നദർശനത്തിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. പണക്കിഴി താൻ തന്നെ നടക്കൽ വയ്ക്കുമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ദരിദ്ര ബ്രാഹ്മണന് അന്ന് രാത്രി ഒരു സ്വപ്നദർശനം ഉണ്ടായി. രാവിലെ ഉറിയൻ മഠം കുളക്കടവിൽ കുളിക്കുന്നത് കാണാം. പടവിൽ ഒരു ചുവന്ന സഞ്ചി വെച്ചിരിക്കും. അങ്ങ് അതെടുത്ത് ഓടി രക്ഷപ്പെടുക. അനേകം ദിവസങ്ങളായി ഗുരുവായൂർ ഭജനയുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണൻ ഉണർന്നു. സ്വപ്നം കണ്ടത് ശരിയായിരിക്കാം, പക്ഷേ താൻ എങ്ങനെ ഒരു മോഷ്ടാവാകും? രോഗിയായ മഠത്തിൻ്റെ മുതൽ കക്കുന്നത് അതിലും വലിയ പാപം. പോരാത്തതിന് അത് ഗുരുവായൂരപ്പനുള്ള വഴിപാടും. അദ്ദേഹം ഒന്നുകൂടി മയങ്ങി. പിന്നെയും സ്വപ്നം കാണുന്നു. മംഗലം മൂസ് ഒട്ടും സംശയിക്കേണ്ട, മഠത്തിൻ്റെ കിഴി എനിക്കുള്ളതാണ്. ഞാൻ സന്തോഷത്തോടെ അത് അങ്ങേക്ക് തരുന്നു, അതെടുത്തുകൊള്ളൂ. നമ്പൂതിരിക്ക് പിന്നെ ഒട്ടും സംശയം തോന്നിയില്ല. അദ്ദേഹം നേരെ കുളക്കടവിലേക്ക് നടന്നു. അവിടം മിക്കവാറും വിജനമായിരുന്നു. കൽപ്പടവിൽ ഉറിയൻ മഠം ഇരിക്കുന്നുമുണ്ട്. സഹായി കുട്ടിപ്പട്ടർ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. കടവിൽ ഒരു ഭാഗത്ത് വെച്ചിരുന്ന ചുവന്ന സഞ്ചിയും എടുത്തുകൊണ്ട് പടവുകൾ ഓടിക്കയറി അദ്ദേഹം മറഞ്ഞു. സഞ്ചി എടുക്കുന്നത് കണ്ട ഉറിയൻ മഠം കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൂവി. 2 കൈകളും കുത്തി അദ്ദേഹം സാവധാനം എഴുന്നേറ്റു. അവിടെ നിന്നും പടവുകൾ കയറി അദ്ദേഹവും പാഞ്ഞു തുടങ്ങി. കള്ളന്റെ പിന്നാലെ പാഞ്ഞ മഠം 3 പ്രദക്ഷിണം വെച്ചു. കള്ളൻ പോയ വഴി കണ്ടില്ല. പരിക്ഷീണനായ അദ്ദേഹം കൈകൾ കൂപ്പിക്കൊണ്ട് കൊടിമര ചുവട്ടിൽ നിന്ന് കണ്ണടച്ചു തൊഴുതു. ഭഗവാനെ, ഇത്രയും സ്വരൂപിച്ച് കൊണ്ടുവന്ന പണക്കിഴി കള്ളൻ കൊണ്ടുപോയില്ലേ? അദ്ദേഹത്തിന്റെ കാതുകളിൽ ഒരു ശബ്ദം മുഴങ്ങി. ഹേ മഠം, ആ പണം എന്റേതല്ലേ? ഞാനാണ് അത് ബ്രാഹ്മണന് കൊടുത്തത്. പരസഹായം കൂടാതെ അനങ്ങാൻ വയ്യാതിരുന്ന അങ്ങ് ഇപ്പോൾ എത്ര ദൂരം ഓടി? അങ്ങയുടെ വാതരോഗം നിശേഷം സുഖപ്പെട്ടില്ലേ? ഇനി എന്താ വേണ്ടത്? വേഗം ഇല്ലത്തേക്ക് പോയിക്കോളൂ. അപ്പോഴാണ് തനിക്ക് സംഭവിച്ച അത്ഭുതകരമായ രോഗശമനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം വന്നത്. ഹരേ നാരായണ ഗോവിന്ദ എന്നുറക്കെ ജപിച്ചുകൊണ്ട് അദ്ദേഹം ആ നടക്കിൽ വീണു തൊഴുതു. അമാലന്മാരെയും കുട്ടിപ്പട്ടരെയും തിരിച്ചയച്ച് ഒരു മണ്ഡലകാലം മുഴുവൻ ഭജനയുമായി ഉറിയൻ മഠം ഗുരുവായൂരിൽ തന്നെ താമസിച്ചു. ഉറിയിലേന്തി വന്ന മഠം എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഉറിയൻ മഠം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു.